നമ്മുടെ ക്യൂട്ടിയുടെ സിലബസിൽ ഫസ്റ്റ് മോഡ്യൂളായിട്ടുള്ള ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി എന്നുള്ള ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ലിമിറ്റിനെ കുറിച്ച് നമ്മൾ പറയാം. അപ്പോൾ ലിമിറ്റിനെ കുറിച്ച് പറയുമ്പോൾ 4 പ്രോപ്പർട്ടീസ് പഠിക്കാണ്ട്. ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇപ്പം എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ f(1x) + or - f(2x). ഇതിൻ്റെ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ f(1x)നും അതുപോലെ f(2x)നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് കൊടുത്തിട്ട് അതിനെ ആഡ് ചെയ്യുകയോ സെപ്പറേറ്റ് ചെയ്യണം. രണ്ടാമത്തെ പ്രോപ്പർട്ടി വരുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ k × f(x) ആണ്. അതിൻ്റെ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കെനെ നമ്മൾ കോൺസ്റ്റൻ്റ് നിർത്തിയിട്ട് f(1x)ന് മാത്രം നമ്മൾ ലിമിറ്റ് കൊടുക്കുക. ഇനി അടുത്തത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ f(x) × f(2x). രണ്ട് ഫംഗ്ഷൻസ് നമ്മളുടെ മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പോൾ രണ്ട് ഫംഗ്ഷൻസും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഒന്നാമത്തെ പ്രോപ്പർട്ടിയിൽ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഫംഗ്ഷൻസ് സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് കൊടുത്തിട്ട് വേണം നമ്മളതിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു എ f(1x) / f(2x). ഇതിൻ്റെ കേസിൽ നമ്മൾ രണ്ട് ഫംഗ്ഷനെയും സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് കൊടുത്തിട്ട് ചെയ്യാം. പ്രോബ്ലം നോക്കാൻ പോവാണ്. അപ്പോൾ ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3x³ × 2x + 5. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിൽ നമ്മൾ എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം. എക്സിൻ്റെ f(x) = f(a) ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 എന്ന് പറയുന്നത് a ആണ്. അപ്പോൾ ഈ എയുടെ വാല്യൂ നമ്മൾ നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം വേണ്ടത് ലിമിറ്റ് കണ്ടുപിടിക്കാൻ. നമ്മുടെ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ a ആണ്. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 ആണ്. അപ്പോൾ നമ്മൾ 3നെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സിൻ്റെ സ്ഥാനത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എക്സിൻ്റെ അവിടെ 3³ × 2 × 3 + 5 അങ്ങനെ നമുക്ക് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് നമ്മുടെ ആൻസർ 297 കിട്ടും. നമ്മുടെ ഇക്വേഷനിൽ എക്സിൻ്റെ അപ്പുറത്ത് എടുക്കുന്നത് എക്സ് ടെൻസ് ടു ഏത് സംഖ്യയാണോ അതാണ് നമ്മുടെ a എന്ന് പറഞ്ഞ വാല്യൂ. ആ a എന്ന് പറഞ്ഞ വാല്യൂവിന് നമ്മൾ ഇക്വേഷനിൽ എക്സിൻ്റെ സ്ഥാനത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തൊരു പ്രോബ്ലമാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3x² - 9/x - 3. ഇവിടെ നമ്മൾ സാധാരണ നമ്മുടെ എക്സിൻ്റെ എ എന്ന് പറയുന്നത് 3 ആണ്. നമുക്ക് കണ്ടുപിടിച്ച എക്സിൻ്റെ 3 ആണ് എയുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആ 3നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 3² - 9/3 - 3 നമുക്ക് ടോട്ടൽ 0/0 എന്ന് പറഞ്ഞു. ഇവിടെ പ്രശ്നം നമുക്ക് 0/0 ആണോ കിട്ടിയത്, അത് ഡിറ്റർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ വേറൊരു മെത്തേഡ് യൂസ് ചെയ്യാണ്. നമ്മൾ ഇത്ര നമ്മുടെ എക്സിന് നമ്മൾ എയുടെ വാല്യൂ കൊടുത്തതിന് പകരം നമ്മുടെ എക്സിന് a + h എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ അടുത്ത കണക്ക് കഴിഞ്ഞ മുമ്പത്തെ കണക്കിലൊക്കെ നമ്മൾ എക്സിന് കൊടുത്തിരുന്നത് എയുടെ വാല്യൂ ആണ്. ഇവിടെ നമ്മൾ എക്സിന് നമ്മൾ a + h എന്നുള്ള വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ എന്ത് വരും, ഇവിടെ എക്സിൻ്റെ വാല്യൂ 3 + h എന്നായിട്ട് വരും ഈ പ്രോബ്ലത്തിൽ. മനസ്സിലായോ? ഇനി അടുത്തത് നമ്മൾ എക്സിൻ്റെ വാല്യൂ അപ്പോൾ 3 ആണ്. h ടെൻസ് ടു 0. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എക്സിൻ്റെ വാല്യൂ 3 + h എന്ന് കൊടുത്തു. അപ്പോൾ x² അവിടെ 3 + h (² - 9) / 3 + h - 3. ഇവിടെ 3 + h (² എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ a + b (² എന്നുള്ള ഫോമിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ മാറ്റുക, a² + 2ab + b² എന്നുള്ള ഫോമിലേക്ക് 3 + h² മാറ്റുക. നമുക്ക് ലിമിറ്റ് h ടെൻസ് ടു 0 3² + 2 × 3 × h + h² - 9 / 3h - 3 എന്ന് വരും. നമുക്ക് അതിനെ വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് 9 + 6h + h² - 9 / 3 + h - 3 എന്ന് വരും. ഇല്ല +9 -9 നമ്മൾ കട്ട് ചെയ്ത് കളയുക. അടിയിലത്തെ +3നെയും -3നെയും കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് ബാക്കി എന്ത് വരും, ലിമിറ്റ് h ടെൻസ് ടു 0 6h + h² / h. ഈ h അടിയിലത്തെ h നമുക്ക് 6hൻ്റെ hനും അതുപോലെ h²ൻ്റെ hനും ഒരേപോലെ അപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമ്മൾ ആ h വെച്ചിട്ട് 2hനെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ബാക്കി നമുക്ക് ലിമിറ്റ് h ടെൻസ് ടു 0 6 + h എന്ന് വരും. നമുക്കിവിടെ എച്ചിൻ്റെ നമുക്ക് കൊടുത്തിരിക്കുന്നത് h ടെൻസ് ടു 0 എന്നാണ്. അപ്പോൾ 0 എന്നുള്ള വാല്യൂ നമ്മൾ 6 + h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ 0 ആണ്. നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6 + 0 = 6 എന്ന് വരും. ഇതാണ് നമ്മുടെ x² - 9/x - 3യുടെ ലിമിറ്റിൻ്റെ ആൻസർ വരിക 6. ഇവിടെ ഒരു ലിമിറ്റ് എക്സ് ടെൻസ് ടു a (x power n - a power n) / x - a = n × a power n - 1. അതാണ് ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇവിടെ നമുക്ക് n എന്ന് പറയുന്നത് 2ഉം അതുപോലെ a എന്ന് പറഞ്ഞത് 3ഉം ആണ്. ഏത് x² - 3² / x - 3 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ. അപ്പോൾ ഈ രണ്ട് n-ൻ്റെ വാല്യൂ എൻ്റെ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് n × a power n - 1 എന്നുള്ള വാല്യൂക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 × 3 power 2 - 1 എന്ന് വരും. നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് ആൻസർ 6 എന്ന് വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കണക്ക് അതായത് x² - 3² / x - 3 എന്നുള്ള ഒരു ഫോമായിട്ടുള്ളൊരു കണക്ക് വരികയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ n × a power n - 1 എന്നുള്ള ഇക്വേഷൻ ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട്
നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത് നമ്മൾ ലിമിറ്റിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പോകണം. നമ്മളെ ഫംഗ്ഷൻ എഫ് ഓഫ് കെ ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈസിക്കൽ ടു എ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് ഈസിക്കൽ ടു എഫ് ഓഫ് എ. ഈ എഫ് ഓഫ് എക്സ് ലിമിറ്റ് കൊടുക്കുക നമ്മൾ എയുടെ വാല്യൂ എക്സിന് കൊടുത്തിട്ട് നമ്മൾ ലിമിറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഫ് ഓഫ് എക്ക് എഫ് ഓഫ് എയും എഫ് ഓഫ് എക്സും ഈക്വൽ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് സ്ക്വയർ പ്ലസ് 4 ബൈ എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ നമ്മുടെ എയുടെ വാല്യൂ 2 ആണ്, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ 2 സ്ക്വയർ പ്ലസ് 4 ഡിവൈഡ് ബൈ 2 പ്ലസ് 2 ഈസിക്കൽ ടു 2 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് ഈസിക്കൽ ടു എഫ് ഓഫ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി നമുക്ക് പ്രൂവ് ചെയ്തു ഇവിടെ. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മളിപ്പോൾ വേറൊരു ചെയ്ത് നമുക്കിവിടെ 2 വരെ 0 ആണ് കിട്ടിയിരിക്കുക. അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് പറയാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ അടുത്ത പ്രോബ്ലത്തിൽ കാണിക്കാം. നേരത്തെ തന്നെ ഡിസ്കണ്ടിന്യൂസിൻ്റെ ഒരു പ്രോബ്ലം എക്സാമ്പിളാണ്. ഇവിടെ ജി ഓഫ് എക്സ് ഈസിക്കൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4 ബൈ എക്സ് മൈനസ് 2 ആണ്. അവിടെ എക്സിൻ്റെ വാല്യൂ 2, എയുടെ വാല്യൂ 2 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് 0 ആയതുകൊണ്ട് നമുക്ക് ഈ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന് വേണം പറയാം. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്ററാണ് ഡിഫറൻസിയേഷൻ. ഇപ്പോൾ ഡിഫറൻസിയേഷൻ്റെ കുറിച്ച് പഠിക്കുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് ഫോർമുലാസ് നമുക്ക് പഠിക്കുന്നുണ്ട്. ഒന്നാമത്തെയാണ് എക്സ് പവർ എൻ. എക്സ് പവർ എന്നിൻ്റെ ഡെറിവേറ്റീവ് ഫോർമുല എന്ന് പറയുന്നത് എൻ ഇൻറ്റു എക്സ് പവർ എൻ മൈനസ് 1 ആണ്. അതിൽ എൻ എന്ന് പറയുന്നത് എക്സിൻ്റെ പവറാണ്. അപ്പോൾ തന്നെ രണ്ടാമത്തെയാണ് ഇ പവർ എക്സ്. ഇ പവർ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഫോർമുല ഇ പവർ എക്സ് തന്നെയാണ്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഫോർമുല എന്ന് പറയുന്നത് 1/x ആണ്. അതുപോലെ റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഫോർമുല 1/2 റൂട്ട് എക്സ് ആണ്. ഒന്നിനും പറയാം എക്സ് പവർ എന്നിൻ്റെ എൻ ഇൻറ്റു എക്സ് പവർ എൻ മൈനസ് 1 ആണ്. ഇ പവർ എക്സിൻ്റെ ഇ പവർ എക്സ് ആണ്. ലോഗ് എക്സിൻ്റെ 1/x ആണ് ഡെറിവേറ്റീവ് ഫോർമുല. റൂട്ട് എക്സിൻ്റെ 1/2 റൂട്ട് എക്സ് ആണ് ഡെറിവേറ്റീവ് ഫോർമുലയിട്ട് വരുന്നത്. ഇനി അടുത്ത പറഞ്ഞാണ് 1/x. 1/xൻ്റെ ഡെറിവേറ്റീവ് ഫോർമുല വരുന്നത് മൈനസ് 1/x² ആണ്. അതുപോലെ കെ ആണ്. കെ എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റൻറ്റ് ഫോമാണ്. അതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് ഫോർമുല 0 ആണ്. കെയുടെ സ്ഥാനത്ത് നമുക്ക് വരുന്നത് നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്പേഴ്സ് പറഞ്ഞാൽ 0 കൊടുക്കുക. അതുപോലെ കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ കെനെ പുറത്ത് നിർത്തിയിട്ട് എഫ് ഓഫ് എക്സിന് മാത്രം ഡെറിവേറ്റീവ് ചെയ്യുക. എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ജി ഓഫ് എക്സ് വരികയാണെങ്കിൽ എഫ് ഓഫ് എക്സിനും അതുപോലെ തന്നെ ജി ഓഫ് എക്സിനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യണം. ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് ചെയ്യണം. അതാണ് എട്ടാമത്തെ ഫോർമുല പറയുന്നത്. അടുത്ത നമുക്ക് രണ്ട് റൂള് പഠിക്കാണ്ട്. ഒന്നാമത്തെ റൂളാണ് പ്രൊഡക്റ്റ് റൂള്. രണ്ട് ഫംഗ്ഷൻസ് യു ആൻഡ് വി, രണ്ട് ഫംഗ്ഷൻസ് മൾട്ടിപ്ലിക്കേറ്റീവ് ഫോർമുല ആയിരിക്കും. അപ്പോൾ ഡി ഇൻറ്റു യു വി ബൈ ഡി എക്സ് വരികയാണെങ്കിൽ അതിൻ്റെ ഫോർമുല വരുന്നത് യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ഇതിൽ യുവിൻ്റെ സെക്ഷനിൽ യുവിനെ നമ്മൾ കോൺസെൻട്രേറ്റ് വിനെ നമ്മൾ ഡെറിവേറ്റ് ചെയ്യുക. പ്ലസ് അടുത്ത സെക്ഷനിൽ വിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കോൺസ്റ്റൻ്റ് വെച്ചിട്ട് നമ്മൾ യു എന്നുള്ള ഫംഗ്ഷൻ ഡിഫറൻസിയേഷൻ ചെയ്യാം. ഇനി അടുത്തത് കോഷ്യൻ റൂളാണ്. കോഷ്യൻ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ഫംഗ്ഷൻസ് യു ആൻഡ് വി നേരത്തെ മൾട്ടിപ്ലിക്കേറ്റീവ് ഫോർമുല വെച്ചെങ്കിൽ ഇത് ഡിവൈഡിൻ്റെ ഫോർമുല ആയിരിക്കും. അതായത് യു ബൈ വി എന്നുള്ള ഫോർമുല ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ സിറ്റുവേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുലയാണ് വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് മൈനസ് യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഓൾ ഡിവൈഡ് ബൈ വി സ്ക്വയർ. ഇവിടെ വി എന്നുള്ള ഫംഗ്ഷനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് യുവിൻ്റെ ഡെറിവേഷൻ കാണുക, മൈനസ് യുവിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് വിയുടെ ഡെറിവേഷൻ കാണുക, ഓൾ ഡിവൈഡ് ബൈ വി സ്ക്വയർ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കോഷ്യൻ റൂൾ, അതായത് രണ്ട് ഫംഗ്ഷൻസ് ഡിവൈഡ് വരുമ്പോൾ ചെയ്യേണ്ടത്. നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഡിഫറൻഷിയേറ്റ് എക്സ് പവർ 4 പ്ലസ് 3x ക്യൂബ് മൈനസ് 7x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 10. ഈ ഇക്വേഷനിലെ എക്സ് പവർ 4 അതുപോലെ തന്നെ എക്സ് ക്യൂബ് എക്സ് സ്ക്വയർ ഇതൊക്കെ 5x ഇതൊക്കെ നമ്മൾ നേരത്തെ നമ്മുടെ ഡെറിവേറ്റീവ് ഫോംസിനെ ഡെറിവേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതായത് എക്സ് പവർ എൻ വന്നു കഴിഞ്ഞാൽ ഏത് ഇക്വേഷൻ കൊടുക്കണം, എൻ ഇൻറ്റു എക്സ് പവർ എൻ മൈനസ് 1 നമ്മൾ കൊടുത്ത് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. എക്സ് പവർ 4 നമുക്ക് നോക്കാം. അപ്പോൾ 4 ഇൻറ്റു 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ ആണ്. അപ്പോൾ എൻ ഇൻറ്റു എക്സ് പവർ എൻ മൈനസ് 1 എന്നുള്ള ഇക്വേഷനിൽ 4 ഇൻറ്റു എക്സ് പവർ 4 മൈനസ് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4x ക്യൂബ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ 3x ക്യൂബിനും 7x സ്ക്വയറിൻ്റെ കാര്യത്തിൽ ചെയ്യുക. 10 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഫോം ആയതുകൊണ്ട് തന്നെ കെ ആണ്. അപ്പോൾ കെയുടെ ഡെറിവേറ്റീവ് വരിക 0 ആയിരിക്കും. 0 കൊടുത്തു. നമുക്ക് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്ത ഡിഫറൻഷിയേറ്റ് എക്സ് പവർ 5 പ്ലസ് ഇ പവർ എക്സ്. എക്സ് പവർ 5ൻ്റെ കേസിൽ നമ്മൾ എൻ ഇൻറ്റു എക്സ് പവർ എൻ മൈനസ് 1 ഫോർമുല ഇട്ട് കൊടുക്കുക. ഈ പവർ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, ഈ പവർ എക്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ അതിൻ്റെ ഡെറിവേഷൻ വരുന്നത് 5x പവർ 4. അടുത്താണ് പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് കണക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൽ y ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്നാണ് ഇക്വേഷൻ. അതായത് നമ്മൾ രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, യുവും വിയും. യു എന്ന് പറയുന്നത് എക്സ് മൈനസ് 1ഉം വി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ആണ്. അതുകൊണ്ട് ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ ഫോർമുല ഉള്ളതുകൊണ്ട് നമുക്ക് പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം.
അപ്പോൾ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ u ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ആണ്. അപ്പോൾ നമ്മൾ അതിനെ ഫംഗ്ഷൻ ഇക്വേഷൻ നമ്മൾ യുവിനെയും വിനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തിൽ യുവിനെ എക്സ് മൈനസ് വണ്ണിനെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് വിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, പ്ലസ് വിനെ നമ്മൾ കോൺസ്റ്റൻറ്റേറ്റ് ചെയ്തിട്ട് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് യുവിനെ ഡെറിവേറ്റീവ് ചെയ്തു. നമുക്കൊരു ഇക്വേഷൻ കിട്ടി എക്സ് മൈനസ് വൺ ഇൻറ്റു ടു എക്സ് പ്ലസ് വൺ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ ഇൻറ്റു വൺ. നമ്മൾ ഇതിനെ രണ്ടിന് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ടു എക്സ് മൈനസ് വൺ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വണ്ണിനും വണ്ണ്. ഇത് നമ്മുടെ എക്സ് സ്ക്വയറിനൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് നോക്കുക. അപ്പോൾ ഇവിടെ ടു എക്സ് സ്ക്വയറും ഉണ്ട്, അതുപോലെ തന്നെ എക്സ് സ്ക്വയറും ഉണ്ട്. അപ്പോൾ 3x സ്ക്വയർ കിട്ടി. മൈനസ് 2x ഉണ്ട്, പ്ലസ് 2x ഉണ്ട്. അതിനെ ക്യാൻസലാക്കി പോവും. ബാക്കിയുള്ളത് മൈനസ് വണ്ണും പ്ലസ് വണ്ണാണ്, അതും ക്യാൻസലായി പോവും. ലാസ്റ്റ് വരുന്നത് 3x സ്ക്വയർ മാത്രമാണ്. അപ്പോൾ അതായിരിക്കും നമ്മുടെ ഡെറിവേറ്റീവ് ഫോർമുല. 3x സ്ക്വയർ പ്രൊഡക്റ്റ് കൊണ്ട് ലാസ്റ്റ് വരുന്നതാണ് നമുക്ക് 3x സ്ക്വയർ കിട്ടുക. നമ്മുടെ കോഷ്യൻ്റ് കൊണ്ട് കണക്കാണ് ഒന്ന്. അതിൽ 3x സ്ക്വയർ മൈനസ് 2x പ്ലസ് 5 ഓൾ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 3 ആണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അതിൽ യു എന്ന് പറയുന്നത് 3x സ്ക്വയർ മൈനസ് 2x പ്ലസ് 5ഉം വി എന്ന് പറയുന്നത് എക്സ് പ്ലസ് 3 ആണ്. നമ്മുടെ കോഷ്യൻ്റ് കൊണ്ട് ഇക്വേഷൻ വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് മൈനസ് യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഓൾ ബൈ വി സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എടുക്കുമ്പോൾ വിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് യുവിനെ ഡെറിവേറ്റീവ് ചെയ്യുന്നു, മൈനസ് യുവിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് വിനെ ഡെറിവേറ്റീവ് ചെയ്യുന്നു, ഓൾ ഡിവൈഡ് ബൈ വി ഓൾ സ്ക്വയർ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എക്സ് പ്ലസ് 3 ഇൻറ്റു 6x മൈനസ് 2 മൈനസ് 3x സ്ക്വയർ ഇൻറ്റു 3x സ്ക്വയർ മൈനസ് 2x പ്ലസ് 5 ഇൻറ്റു 1 ഓൾ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 3 ഓൾ സ്ക്വയർ. ഇത് നമ്മൾ എക്സ് പ്ലസ് 3നെയും 6x മൈനസ് 2 ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 6x സ്ക്വയർ മൈനസ് 2x പ്ലസ് 18x മൈനസ് 6 കിട്ടും. അപ്പോൾ തന്നെ മൈനസ് 3x സ്ക്വയർ പ്ലസ് 2x മൈനസ് 5 അതെടുത്ത് എഴുതുക, ഓൾ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 3 ഓൾ സ്ക്വയർ. ഇവിടെ 6x സ്ക്വയറിനെയും നമ്മൾ മൈനസ് 3x കുറച്ചിട്ട് നമുക്ക് 3x സ്ക്വയർ കിട്ടി, പ്ലസ് മൈനസ് 2x ഉണ്ട്, പ്ലസ് 2x ഉണ്ട്, അത് ക്യാൻസലായി പോയി. നമുക്ക് ബാക്കിയുള്ളത് 18x ആണ്. പ്ലസ് 18x എഴുതി. മൈനസ് 6 ഉണ്ട്, മൈനസ് 5 ഉണ്ട്. അപ്പോൾ മൈനസ് 6 മൈനസ് വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ മൈനസ് 6 പ്ലസ് 5 മൈനസ് 5 എന്ന് പറയുമ്പോൾ 11 വരും. മൈനസ് 11 കൊടുക്കുക, ഓൾ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 3 ഓൾ സ്ക്വയർ കൊടുക്കുക. ഡെറിവേഷൻ ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് എക്സ് ഉണ്ടാവും, വൈ ഉണ്ടാവും ഈ ഫംഗ്ഷനിൽ. ഈ ക്വസ്റ്റ്യൻ നോക്കുക, 2x സ്ക്വയർ മൈനസ് 3xy പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0. നമുക്ക് ഡെറിവേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനെ 2x സ്ക്വയർ മൈനസ് 3xy പ്ലസ് വൈ സ്ക്വയറിൽ 3xy എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് റൂൾ മെത്തേഡിലാണ്. അതായത് രണ്ട് ഫംഗ്ഷൻസിന് മൾട്ടിപ്ലിക്കേഷൻ ആണ് കാണിക്കുന്നത്. നമ്മളവിടെ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുക? യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് പ്ലസ് വി ഇൻറ്റു ഡി വൈ ഡി എക്സ് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫംഗ്ഷൻ 2x സ്ക്വയറിൻ്റെ ഡിഫറൻസിയേഷൻ 2 ഇൻറ്റു 2x മൈനസ് 3 ഇൻറ്റു എക്സ് വൈ നമ്മൾ യു പ്ലസ് യു ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് എന്ന ഇക്വേഷൻ എടുത്ത് ചെയ്യുക, പ്ലസ് വൈയുടെ ഡിഫറൻസിയേഷൻ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0. 2xൻ്റെ 2 ഇൻറ്റു എക്സ് 4x ആവും, മൈനസ് നമ്മൾ ആ 3നെ നമ്മൾ ആ 3xyയുടെ എക്സ് വൈനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യില്ല പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് അതിൽ ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് 3x ഇൻറ്റു ഡി വൈ ഡി എക്സ് മൈനസ് 3y എന്ന് കിട്ടും, പ്ലസ് നമ്മുടെ 2yയുടെ ഡിഫറൻസിയേഷൻ 2y ഇൻറ്റു ഡി വൈ ഡി എക്സ് ഇസിക്കൽ ടു 0 എന്ന് എഴുതാം. നമ്മൾ ഡി വൈ ഡി എക്സ് ഉള്ള ഫംഗ്ഷൻസ് മാത്രം മാറ്റി എഴുതുക. അതായത് 2y മൈനസ് 3x ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതിയിട്ട് പ്ലസ് 4x മൈനസ് 3y ഇസിക്കൽ ടു 0 എന്ന് എഴുതുക. ഇനി നമ്മൾ ഈ 4x മൈനസ് 3yനെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ അത് അതിൻ്റെ സൈൻ മാറട്ടോ. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ആണ് നിർത്തിയിട്ട് നമ്മൾ 2y മൈനസ് 3xനെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരിക. അത് ഇൻറ്റു ആയതുകൊണ്ട് തന്നെ ഈക്വൽ ടു അപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവൈഡ് എന്ന ഫോമിലേക്ക് മാറും. നമ്മൾ ഡി വൈ ഡി എക്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത്. നമുക്ക് ഡി വൈ ഡി എക്സ് കിട്ടി, 3y മൈനസ് 4x ഡിവൈഡ് ബൈ 2y മൈനസ് 3x എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ്റെ ഡിഫറൻസിയേഷൻ വരുന്നത്. ഒന്ന് ഡൗട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ ആൻസേഴ്സ്. അടുത്ത സെക്ഷൻ ഹൈ ഓർഡർ ഡെറിവേറ്റീവ്സ്. നമ്മളിപ്പോൾ പഠിച്ചത് ഫസ്റ്റ് ഓർഡർ ഡെറിവേഷൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. സെക്കൻഡ് ഓർഡർ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷൻ്റെ ആദ്യത്തെ ഒരു ഡെറിവേഷൻ കണ്ടിട്ട് ആ കിട്ടിയ ആൻസറിനെ വീണ്ടും നമ്മൾ ഡെറിവേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേഷൻ എന്ന് പറയുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുക, y ഈസ് ഈക്വൽ ടു 3x ക്യൂബ് പ്ലസ് 2x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 5 എന്ന് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ചെയ്തു, ഡി വൈ ഡി എക്സ് കണ്ടുപിടിച്ചു, ആൻസർ കിട്ടി 9x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടുക. ഈ 9x സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 നമ്മൾ ഒന്നുകൂടി ഡെറിവേറ്റീവ് ചെയ്യുകയാണ്. അതിനാണ് നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേഷൻ എന്ന് പറയുക. അതിന് നമ്മളെങ്ങനെ എഴുതുക? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നാണ് അതിന് നമ്മൾ എഴുതുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് ഇത് 9 ഇൻറ്റു 2x പ്ലസ് 4 ഇൻറ്റു 1 പ്ലസ് 0 എന്ന് ചെയ്യുക. എൻ്റെ ഡെറിവേഷൻ ഉണ്ട് അതിൻ്റെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 18x പ്ലസ് 4. ഇതാണ് നമ്മുടെ അതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേഷൻ എന്ന് പറയുന്നത് ഈ ഫംഗ്ഷൻ്റെ.
സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ y ഈസ് ഈക്വൽ ടു e⁻x ഇൻറ്റു 2x² മൈനസ് 3x+4 ആണ്. ഇതൊരു മൾട്ടിപ്ലിക്കേഷൻ ഫോമിലാണ്. അതുകൊണ്ട് നമ്മൾ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യുക. നമ്മുടെ പ്രൊഡക്റ്റ് റൂളിൻ്റെ ഇക്വേഷൻ u ഇൻറ്റു dv/dx പ്ലസ് v ഇൻറ്റു dv/dx. u എന്ന് പറയുന്നത് e⁻x ഉം v എന്ന് പറയുന്നത് 2x² മൈനസ് 3x+4 ആയിട്ട് എടുക്കുക. നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ e⁻xനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിയിട്ട് നമ്മൾ 2x² മൈനസ് 3x+4 നമ്മൾ ഡെറിവേറ്റ് ചെയ്തു. പ്ലസ് 2x² മൈനസ് 3x+4നെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിയത് നമ്മൾ e⁻x ഡെറിവേഷൻ ചെയ്തു. e⁻x ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക e⁻x തന്നെയല്ല. നമ്മൾ ആദ്യം പഠിച്ചത് നമ്മൾ e⁻xൻ്റെ ഡെറിവേറ്റീവ് ഫോർമുല വരുമ്പോൾ നമ്മൾ ചെയ്യുക e⁻x തന്നെ എഴുതാമെന്ന് പറയും. പക്ഷേ ഇവിടെ മൈനസ് ആണ് വന്നിരിക്കുന്നത്, e⁻x ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ വരിക e⁻x ആണ് വരിക. നമ്മുടെ ഇക്വേഷൻ e⁻x ഇൻറ്റു 4x - 3 പ്ലസ് 3x² മൈനസ് 3x+4 ഇൻറ്റു മൈനസ് e⁻x എന്ന് കിട്ടി. അത് നമ്മൾ ഷോർട്ടാക്കി വരുമ്പോൾ നമുക്ക് -2x² ഇൻറ്റു e⁻x പ്ലസ് 7x e-x മൈനസ് 7 ഇൻറ്റു e⁻x എന്ന് വരും. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത ഫോർമുല e⁻x ഇൻറ്റു 2x² പ്ലസ് 7x മൈനസ് 7 ആണ്. നമുക്ക് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ കിട്ടുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓർഡർ ഡെറിവേഷൻ ആൻസർ e⁻x ഇൻറ്റു -2x² പ്ലസ് 7x മൈനസ് 7. അതിന് നമ്മൾ വീണ്ടും ഡെറിവേഷൻ ചെയ്യുക. അതായത് നമ്മൾ സെക്കൻഡ് ഓർഡർ ഡെറിവേഷൻ d²y/dx². വീണ്ടും അത് എടുക്കുന്നത് പ്രൊഡക്റ്റ് റൂൾ മെത്തേഡിലാണ്. അത് വീണ്ടും നമ്മൾ e⁻x u എന്ന് കൊടുക്കുക, -2x² പ്ലസ് 7x മൈനസ് 7 v എന്നും കൊടുക്കുക. നമ്മുടെ ഇക്വേഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. നമ്മൾ ഇതുവരെ ചെയ്ത മെത്തേഡിൽ തന്നെ ചെയ്ത് വരിക, സിംപ്ലിഫൈ ചെയ്ത് വരിക. ലാസ്റ്റ് നമുക്ക് ആൻസർ കിട്ടും e⁻x ഇൻറ്റു 2x² മൈനസ് 11x പ്ലസ് 14. ഇതാണ് നമ്മുടെ ഈ ഇക്വേഷൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഫോർമുലയായിട്ട് വരുന്നത്.